ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 9 ശ്ലോകം 5. ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിക്കുക മാത്രമേ ഇനി ആശ്രയമുള്ളൂ എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഏകാഗ്രമായിട്ടുള്ള ബുദ്ധിയോടുകൂടി നിയന്ത്രിതമായ മനസ്സോടുകൂടി ഒരേ ഒരു ഏകമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി സമാധി അവസ്ഥയിലിരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി ഈ ശ്ലോകത്തിൽ അദ്ദേഹം 100 ദിവ്യ സംവത്സരങ്ങൾ അങ്ങനെ സമാധിയിൽ ധ്യാനത്തിൽ തന്നെ ഇരുന്നു. അപ്പോൾ ജ്ഞാനം ലഭിച്ചു. ഭഗവാൻ ജ്ഞാനം നൽകി. ആ ജ്ഞാനം മനസ്സിനെ പരിശുദ്ധമാക്കി. ആ പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപം തെളിയാണ്. അനന്ത നാഗശായിയായിട്ടാണ് ഭഗവാന്റെ രൂപം ഈ കൽപ്പത്തിൽ ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. ശതേന പരിവത്സരൈർ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃത സ ഖലു പത്മിനീ സംഭവ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശ വ്യചഷ്ട പരിതുഷ്ടധിർ ഭുജഗഭോഗഭാഗാശ്രയം. ഒരു വാക്കിൻ്റെ അർത്ഥം നോക്കാം. ശതേന പരിവത്സരൈർ, അനേകം 100 കണക്കിന് ദിവ്യ സംവത്സരങ്ങൾ കഴിഞ്ഞു. ദൃഢസമാധി ബന്ധോല്ലസത്, ദൃഢമായിട്ടുള്ള ധ്യാന യോഗം കൊണ്ട് ബ്രഹ്മാവിൻ്റെ മനസ്സ് പ്രകാശിക്കാൻ തുടങ്ങി. പ്രബോധ വിശദീകൃത, പ്രബോധം ഉണ്ടായി, ജ്ഞാനം ഉണ്ടായി മനസ്സിൽ. വിശദീകൃത എന്ന് പറഞ്ഞാൽ നിർമ്മലമായി എന്നാണ്. മനസ്സ് നിർമ്മലമായി, കണ്ണാടി പോലെ തെളിഞ്ഞു. മുമ്പ് അതിൽ കുറച്ച് മാലിന്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സാധിക്കും, എനിക്ക് കഴിവുണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നലാണ് മാലിന്യം. അതൊക്കെ ഇപ്പോൾ പോയി. അങ്ങനെ ആ മനസ്സാകുന്ന കണ്ണാടി തെളിഞ്ഞു. വിശദീകൃത, നിർമ്മലമായ മനസ്സോടുകൂടി ബ്രഹ്മാവ് സ ഖലു പത്മിനീ സംഭവ, ആ പത്മിനീ സംഭവൻ, പത്മത്തിൽ ജനിച്ചിട്ടുള്ള പത്മജനായിട്ടുള്ള ബ്രഹ്മാവ് കണ്ടു. എന്താ കണ്ടത്? അദൃഷ്ടചരം അത്ഭുതം, ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും അത്യത്ഭുതകരവുമായ തവ ഹി രൂപം, അങ്ങയുടെ ആ മനോഹരമായ രൂപത്തെ ബ്രഹ്മാവ് കണ്ടു. എങ്ങനെയാണ് കണ്ടത്? ഉള്ളിൽ, പുറത്ത് പ്രത്യക്ഷപ്പെട്ടതല്ല. അന്തർദൃശ, മനസ്സാകുന്ന കണ്ണാടിയിലാണ് വ്യക്തമായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. തൻ്റെ ആശ്രയം എന്താണ് എന്ന് അന്വേഷിച്ച ബ്രഹ്മാവിന് ആശ്രയം ഇതാ ഞാനാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ കാണിച്ചു കൊടുത്തു. വ്യചഷ്ട, അത് കണ്ട സമയത്ത് പരിതുഷ്ടധി, ബുദ്ധിയിലും മനസ്സിലുമൊക്കെ ആനന്ദം നിറഞ്ഞു. ഭുജഗഭോഗഭാഗ ആശ്രിതം, അങ്ങനെയാണ് കണ്ടത്. ഭഗവാന് പല രൂപങ്ങളാണല്ലോ. ഇവിടെ ഈ പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവിന് ആദിശേഷനാകുന്ന ഭുജകം, സർപ്പ ആകുന്ന ആ മെത്തയിൽ കിടന്നുകൊണ്ട് ഉള്ള ആ മനോഹരമായിട്ടുള്ള അനന്തശായി രൂപമാണ് ബ്രഹ്മാവ് കണ്ടത്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ പ്രയത്നങ്ങൾ സഫലമായി. അനന്തശായിയായിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു കാര്യം കൂടെ കണ്ടു. ഭഗവാൻ ഇങ്ങനെ കിടക്കണു. ഭഗവാന്റെ നാഭിയിൽ നിന്നും താമരനാളം, അറ്റത്ത് താമര, അതിൻ്റെ ഉള്ളിൽ തന്നെയും കണ്ടു. അപ്പോൾ എന്താണ് തൻ്റെ ആധാരം എന്നത് ബ്രഹ്മാവിന് വ്യക്തമായി. അപ്പം സകല ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നത് ഭഗവാൻ പുറത്തല്ല, ഒരു ചിത്രത്തിലോ ഒരു ഫോട്ടോയിലോ ഒരു വിഗ്രഹത്തിലോ അല്ല ഉള്ളത്, നമ്മളുടെ തന്നെ ഉള്ളിലാണ്. അതിലേക്ക് നയിക്കാനാണ് ഈ അമ്പലത്തിൽ പോണതും തീർത്ഥയാത്ര പോണതും ഒക്കെ. ഇത്രയും ദൂരെ പോയി അക്കലെയുള്ള ഒരു സ്ഥലത്തെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാവണം എന്ന് വിചാരിക്കരുത്. നമ്മളുടെ ഉള്ളിലാണ്. അങ്ങോട്ട് നയിക്കാനുള്ള ഓരോ പടികളാണ്, അങ്ങോട്ട് വഴി കാണിക്കുന്ന വിളക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. അവിടേക്ക് എത്തണ വരെ തീർച്ചയായിട്ടും ഇതൊക്കെ ആവശ്യം തന്നെയാണ്. ചിന്മയാനന്ദ സ്വാമി പറയും, പോൾ വോൾട്ടിലെ വടിയാണ് ഈ വിഗ്രഹങ്ങളും പൂജാസാധനങ്ങളും ഒക്കെ. കാരണം അവിടെ എത്തണ വരെ തീർച്ചയായിട്ടും ആ വടി വേണം. എത്തിക്കഴിഞ്ഞാൽ വടി വിടുകയാണ് ചെയ്യുക. അതേപോലെ അത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ പോലെയാണ്. നമ്മളതിൽ നിന്നും ഉയരണം. അതിനാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്നും കൂടിയുണ്ട്.
അപ്പോൾ ഈശ്വരൻ എവിടെയാണ്? അവനവൻ്റെ ഉള്ളിലാണ്. ഗീതയിൽ ഭഗവാൻ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുനാധിഷ്ഠതി എന്നാണ്. ഒരാളുടെ അല്ല, ഭക്തൻ്റെ മാത്രമല്ല, എല്ലാ ഭൂതങ്ങളുടെയും ഭവിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ഹൃദയസ്ഥാനത്ത് ഭഗവാൻ ഈശ്വരൻ ഇരിക്കുന്നു. പക്ഷെ എന്നിട്ട് എന്താ അതിനെ കാണാത്തത് എന്ന് പറഞ്ഞാൽ, കാണാനുള്ള കണ്ണുകളിൽ മാലിന്യമാണ്. അഹം മമ ഈ 2 മാലിന്യങ്ങളെ തുടച്ച് മാറ്റിയ ഞാൻ എന്ന ചിന്ത, എനിക്ക് എന്നുള്ള ആ ചിന്തകൾ പോയാൽ തീർച്ചയായിട്ടും ഉള്ളിലിരിക്കുന്ന ആ ഇപ്പോൾ ഇവിടെ ബ്രഹ്മാവിൻ്റെ പോലും കണ്ടില്ലേ, എനിക്ക് സാധിക്കും എന്നുള്ള ആ ചിന്ത പോയി ഭഗവാനേ ഉള്ളൂ എന്നുള്ള ആ ആശ്രയബോധം വന്നപ്പോൾ ബ്രഹ്മാവിന് കാണാൻ സാധിച്ചു. അതുപോലെ നമുക്കെല്ലാവർക്കും സാധിക്കും. യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ടില്ലേ, ഒരു ലളിതഗാനം, ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്നുള്ളത്. കടലുകൾ കടന്നു, പാറകൾ നടന്നു, പുഴകൾ കടന്നു, എവിടെയും കണ്ടില്ല. അപ്പോൾ കിളികളൊക്കെ പറഞ്ഞു കാണില്ല എന്ന് പറഞ്ഞു. അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിനുള്ളിലായിട്ട് ഭഗവാനെ കണ്ടു എന്നാണ് ആ പാട്ട്. എഴുതുന്നൊക്കെ ആയിരിക്കും അതിൻ്റെ ആശയം കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവിന് തൻ്റെ രൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനി അടുത്ത ശ്ലോകത്തിൽ, 6ാമത്തെ ശ്ലോകത്തിൽ. 5ാമത്തെ ശ്ലോകം ഒന്നും കൂടി നോക്കാം. ശതേന പരിവത്സരൈർ 100 ദിവ്യ സംവത്സരങ്ങൾ ദൃഢസമാധിബന്ധോല്ലസത് ദൃഢമായ സമാധി ചെയ്തു ആ ബ്രഹ്മാവ്. പ്രബോധവിശദീകൃത സഖലു പത്മിനി സംഭവ, ബോധമൊക്കെ ഏറ്റവും തെളിഞ്ഞു, മനസ്സ് വിശദീകൃത എന്ന് പറഞ്ഞാൽ നിർമ്മലമായി, എല്ലാ മാലിന്യങ്ങളും പോയി പരിശുദ്ധമായി ആ പത്മിനി സംഭവനെ, ആ ബ്രഹ്മാവിനെ. അദൃഷ്ടചരം അത്ഭുതം, ഇതുവരെ കാണാത്തതും അത്യന്തം മനോഹരവും അത്ഭുതകരവും ആയിട്ടുള്ള തവഹി രൂപം, ഭഗവാനെ അവിടുത്തെ രൂപം, അന്തർദൃശ അന്തരംഗത്തിലെ മനക്കണ്ണുകൊണ്ട് വ്യചഷ്ട ആ ബ്രഹ്മാവ് കണ്ടു. പരിതുഷ്ട ഏറ്റവും ആനന്ദപരവശനായി, ഭുജഗ ഭോഗ ഭാഗാശ്രയം വലിയ ആ അനന്തനാഗത്തിൻ്റെ ശേഷ ഭഗവാന്റെ മുകളിൽ കിടക്കുന്ന ഭഗവാന്റെ രൂപമാണ് ബ്രഹ്മാവ് ദർശിച്ചത്. ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ മനോഹരമായിട്ടുള്ള രൂപത്തെയാണ് ഇനി വർണ്ണിക്കുന്നത്. 6ാമത്തെ ശ്ലോകം അതും കൂടി നോക്കാം. കിരീടമകുടോല്ലസത് കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. കമലജനായിട്ടുള്ള ആ ബ്രഹ്മാവിനാൽ കാണപ്പെട്ട ആ രൂപത്തെ ഞാനിതാ ധ്യാനിക്കുന്നു ഭഗവാനെ. കിരീട മകുട ഉല്ലസത്, ഉജ്ജ്വല ശോഭയുള്ള കിരീടം കൊണ്ട് ശിരസ് അലങ്കരിച്ചിട്ടുണ്ട്. കടകഹാര കേയൂരയും, കുറച്ച് ആഭരണങ്ങൾ പറയണമെന്നേ ഉള്ളൂ. കൈവളകളുണ്ട്, ഹാരം മുത്തുമാലകളുണ്ട്, തോൾവളകളുണ്ട്, എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർന്നതാണ്. അങ്ങനെ പല ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട്. മണിസ്ഫുരിത മേഖലം, രത്നങ്ങൾ പതിച്ചിട്ടുള്ളതും തിളങ്ങുന്നതുമായിട്ടുള്ള മേഖല എന്ന് പറഞ്ഞാൽ അരഞ്ഞാണാണ്, അരഞ്ഞാണം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. സുപരിവീത പീതാംബരം, നല്ല ഭംഗിയായി ഞൊറിഞ്ഞ് പീതാംബരം ഉടുത്തിട്ടുണ്ട്. കളായ കുസുമപ്രഭം, ഭഗവാന്റെ നിറം കളായ കുസുമം, കായാമ്പൂ പ്രഭയുള്ളതാണ്, കായാമ്പൂക്കളുടെ ശോഭ പ്രസരിപ്പിക്കുന്നതാണ്. ഗളതല ഉല്ലസത് കൗസ്തുഭം, കഴുത്തിലെ പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നതായ ആ കൗസ്തുഭമണി ശോഭിക്കുന്നുണ്ട്. വപുസ്തദായി, ഇങ്ങനെയുള്ള ആ ഭഗവാനെ അവിടുത്തെ രൂപം. ഭാവയേ, ഞാനും ഭാവന ചെയ്യട്ടെ. കമലജന്മനെ ദർശിതം, ബ്രഹ്മാവിനെ ഭഗവാൻ കാണിച്ചു കൊടുത്തതായ ആ മനോഹര രൂപം ഞാനും അതിനെ ധ്യാനിക്കട്ടെ. മേൽപ്പത്തൂരും പറയാണ്, അതുപോലത്തെ ആ രൂപം എനിക്കും കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ലാതെ ഏകാഗ്രതയോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് മാത്രം മതി. ഇന്നത് വേണം എന്നൊന്നും പറയണ്ട, അതൊക്കെ താനേ വന്നുകൊള്ളും. അങ്ങനെ നമുക്കും ധ്യാനിക്കാം.
എവിടെയാണ് ഭഗവാൻ ഉള്ളത്? നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഭക്തി നൽകണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയും ഇതിലുണ്ട്. ഭാവയാമി, ഭാവന എന്ന് പറയുന്നത് ആ ഭക്തിയാണ്. ഭക്തിഭാവമാണ് ഏറ്റവും ആർദ്രമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ഭാവം. മേൽപ്പത്തൂരിനും ഭഗവാന്റെ ആ രൂപം കാണാനൊരു കൊതി തോന്നി. കമലജന് കാണിച്ചിട്ടുള്ള ബ്രഹ്മാവ് കണ്ട് ആനന്ദത്തിൽ ആറാടിയിട്ടുള്ള ആ രൂപം എനിക്കും കാണണം, എനിക്കും അതുപോലെ ധ്യാനിക്കണം, അതിന് എൻ്റെ വേദനകളൊക്കെ ഇല്ലാതാവണം എന്ന് ഇതിൽ സൂചിപ്പിക്കുന്നു. എല്ലാ പുരാണങ്ങളിലായാലും ശാസ്ത്രങ്ങളിലായാലും എല്ലാത്തിലും എവിടെ ഭക്തി പ്രാർത്ഥനയുണ്ടോ, എവിടെ പ്രാർത്ഥനകളുണ്ടോ, സ്തുതികളുണ്ടോ, അവിടെയൊക്കെ പറയണത് ഭക്തി തരണേ എന്നാണ്. എത്ര കുത്രാഭി വസിച്ചാലും എന്നാണ് അഹല്യ പ്രാർത്ഥിക്കുന്നത്. ഏത് പൊട്ടക്കിണറ്റിൽ എത്ര ജന്മങ്ങൾ വേണമെങ്കിൽ തവളയായിട്ടോ പുഴുവായിട്ടോ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, പക്ഷേ ഭഗവാനോട് ചേരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തരണം. എത്ര ജന്മം വേണമെങ്കിലും എടുത്തുകൊള്ളട്ടെ, ഭക്തി മാത്രം എന്നിൽ നിന്നും മാറ്റരുതേ എന്നാണ്. ഇവിടെ മേൽപ്പത്തൂരും അത് തന്നെയാണ് പറയണത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ വപുസ് കാണാൻ എനിക്കും ആ ഭാവം, ആ ഭക്തി എന്ന ഭാവം തരണേ ഭഗവാനെ. ഭഗവാന്റെ ആ രൂപം, അലങ്കാരങ്ങൾ വർണ്ണിക്കുന്ന ആ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. കിരീടമകുടോല്ലസത്കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത്കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.